ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് ദ സൂപ്പർ ക്യൂബ് എന്ന ആനിമയുടെ സീസൺ 1 എപ്പിസോഡ് 5 ആണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇപ്പൊ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണുന്നത് വാങ് സ്റ്റേഴ്സ് കയറി യാവോനും തന്നെ പോകുന്നതാണ്. സോ അവൻ കയറി നോക്കുന്ന സമയത്ത് അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവന് പെട്ടെന്നൊരു തടിയാൻ വിളിക്കുകയാണ്. നീ മരിക്കാനായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മാജിക് ക്യൂബ് പറയാണ് ഇവന് 52 സ്ട്രെങ്ത് ഉണ്ട്. മാസ്റ്ററിന് ഇപ്പൊ വെറും 50 സ്ട്രെങ്ത് ഉള്ളൂ എന്നുള്ളത്. ബട്ട് വിജയ സാധ്യത 50% ഉണ്ട് എന്നുകൂടി മാജിക് ക്യൂബറാണ്. അവന്റെ കോളറിൽ പിടിച്ചിട്ടാണ് എന്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അവളെ മര്യാദക്ക് നീ വിട്ടോന്ന്. പിന്നെ കാണിക്കുന്നത് യാവോനാണ്. യാവോന്റെ അടുത്തേക്ക് മിസ്റ്റർ ലൂ വരികയാണ്. നീ ഇപ്പോ ബോറടിച്ചിട്ടായിരിക്കും, നീ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ടിവിയില് ക്യാമറ വിഷ്വൽസ് കാണിക്കണത് വാങ്ങും അതുപോലെ തന്നെ തടിയും തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഇത് കണ്ട് യാവോ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ തടിയം നീ എന്താണ് ഞാൻ ചെയ്യാ എന്നെനിക്ക് കാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിനെ അടിക്കാൻ പോയതും വാങ്ങ് അവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവാണ്. വാങ്ങ് ആ തടിയന്റെ മോന്തക്കിട്ടൊന്ന് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചുകൂടി കെയർഫുൾ ആവണം എന്ന് ചിന്തിക്കുകയാണ് വാങ്ങ്. വാങ്ങ് നേരെ പോയി അവനെ അടിക്കുകയാണ്. അങ്ങനെ അവിടെ ഫൈറ്റ് ആണ് നടക്കുന്ന സമയത്താണ് ആ തടിയൻ പറയുന്നത്, ഞാൻ നിന്നെക്കാളിലും സ്ട്രോങ്ങർ ആണ്, നീ എന്തൊക്കെ ചെയ്താലും എന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാങ്ങിട്ട് അലക്കാണ്. വാങ് വീണ്ടും എണിച്ച് ചിന്തിക്കാണ് ഇനി ഇവന്റെ കൂടെ പിടിച്ചിരിക്കണമെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസ് കണ്ടുപിടിക്കാന്ന്. അവന്റെ സൂപ്പർ ക്യൂബിന്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അവൻ അടിക്കുകയാണ്. ആ പവേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അവൻ നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ടൈം കിട്ടിയതും വാങ് ഒരു ഹാമർ കൊണ്ടുവന്ന് നേരെ അടിക്കുകയാണ്. അവന് ആ കീയും കിട്ടുകയാണ്, അതുപോലെ ആ തടിയും അവിടെ തീരുകയാണ്. ഞാനിപ്പോ ഒരു ബോക്സറായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ചിന്തിക്കുകയാണ് വാങ്. ആ സമയത്ത് സൂപ്പർ ക്യൂബ് പറയാണ് ഇത് റിംഗ് അല്ല, ഇത് റിയാലിറ്റി ആണെന്ന്. യാവോനെ രക്ഷിക്കണം എന്ന് ചിന്തിച്ച അവനാ ഗേറ്റ് തുറന്ന് നേരെ മുകളിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് അവന് പെട്ടെന്ന് ഒരു അറ്റാക്ക് നേരിടുകയാണ്. ഏതൊരുത്തൻ വന്ന് അവനെ കിക്ക് ചെയ്യാണ്. നീ എങ്ങനെയാണ് ബാർബറോസിനെ തോൽപ്പിച്ച് എന്ന് ചോദിക്കണം അവൻ. ഞാനിപ്പോ നിന്നെ വെറുതെ വിടുകയാണ്, ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിന്നെ വന്ന് തീർത്തോളാം എന്ന് പറയാണ്. അങ്ങനെ അവൻ തിരിച്ചു പോയതും വാങ് എങ്ങനെയൊക്കെയോ മുകളിലേക്ക് പിടിച്ചു കയറാണ്. അവന് 75 പവർ ഉണ്ട് എന്ന് മാജിക് ക്യൂബറാണ്. എന്തിനായാലും ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ് അവനെ ഓടിപ്പോയി നോക്കുമ്പോ അവനെ കാണാനില്ല. നീ എന്താ പേടിച്ചു പോയെന്ന് വാങ്ങി ചോദിച്ചതും പുറകില് അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. വാങ് അവനെ കണ്ടിട്ടില്ല. എനിക്ക് ഒരു 1.5 സമ്മാനം തരാം എന്നൊക്കെ പറയാണ് ആ വില്ലൻ. അങ്ങനെ അവൻ നേരെ താഴത്തേക്ക് ചാടിയിട്ട് വാങ്ങിന്റെ കൂടെ അറ്റാക്ക് ചെയ്യാണ്. വാങ് എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവന് നല്ലപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാണ്. വാങ്ങിന്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലത്തിന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് കുറച്ചൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. നീ ചിന്തിക്കുന്നുണ്ടോ നിനക്ക് എന്നെ തല്ലാൻ പറ്റും എന്ന് ചോദിക്കാണ് വാങ്. ആ വില്ലൻ അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കാണ്. അതായത് അവൻ ഇരുന്നപ്പോൾ പോലും അവനൊരു ഡാർക്ക് റൂമിലാണ് ട്രെയിനിങ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇരുട്ടുള്ള ഏത് സമയത്തും അവന് നല്ലപോലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാങ്ങിന് എവിടെയും ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തായാലും തന്നെക്കാൾ വളരെ പവർഫുൾ ആയ ആള് കൂടിയാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. അവൻ വന്നതും നേരെ വാങ്ങ് അവന്റെ മോങ്കത്തിനിട്ടൊന്ന് അങ്ങ് കൊടുക്കുകയാണ്. അവന്റെ എത്ര നേരത്തെ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഒറ്റടിക്കന്ന് പോയിരിക്കുകയാണ്. വില്ലൻ വാങ്ങിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അടിക്കുകയാണ്. ഒരു ടൈം കിട്ടിയതും വാങ്ങ് അവന്റെ എക്യുപ്മെന്റ് എടുത്ത് ഒരൊറ്റ അടി അവന്റെ അണ്ടടാതിനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ വെച്ച് അവന്റെ കിളിയും കാര്യങ്ങളൊക്കെ പറന്നു പോവാണ്. അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ഒരു പെണ്ണ് പറയാണ്. അവന് വളരെയധികം പവർഫുൾ ആണ്. അവൻ നമ്മുടെ ടീമിലുള്ള 2 പേരെ ഇപ്പൊ തന്നെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ വേറൊരുത്തനും പറയാണ്. അവിടുന്ന് കണ്ടിട്ട് കാണിക്കുന്നത് വാങ്ങിനാണ്. വാങ് 3ാമത്തെ ആളത്തെ എത്തിയിട്ടുണ്ട്. അവനൊരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് അവൻ അടിച്ചതും ഒന്നും സംഭവിച്ചില്ല. ആ തടിയൻ അവനെ പിടിച്ച് അടിക്കുകയാണ്. ഈ വില്ലന് വളരെയധികം പവേഴ്സ് ഉണ്ട്. എന്തായാലും വാങ്ങിനെ ഇനി പിടിച്ചേക്കാൻ പറ്റില്ല. ആ സമയത്താണ് സൂപ്പർ ക്യൂബ് ഒരു കാര്യം പറയുന്നത്, അതായത് ഹൈ ലെവൽ അഡ്വാൻസ് സ്റ്റോണിന്റെ അബ്സോർപ്ഷൻ തീരാനായിട്ട് ഇനി 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതി എന്ന കാര്യം. എന്തായാലും ഈ 1 മിനിറ്റ് കഴിഞ്ഞുള്ള ഫൈറ്റിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതൊരു 1.5 ഫൈറ്റ് ആയിരിക്കും. വാങ് ആ വില്ലനെ കുത്തിയതും അവന്റെ കയ്യനെ വേദനക്കാണ്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരുത്തനാണ് ഈ മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ സൂപ്പർ പവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും വാങ് ഇപ്പോ ആ വില്ലനേക്കാൾ വളരെ ലോ പവർ ആണുള്ളത്. അതടി ഞാൻ ചോദിക്കാണ്, നീ എന്താ വീട്ടിൽ നിന്ന് ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കാറില്ലേ, ശരീരമൊക്കെ ആകെ ശോഷിച്ചു പോയിക്കണല്ലോ എന്ന്. ആ ടൈമിനാണ് സൂപ്പർ ക്യൂബ് ഒരു കാര്യം പറയുന്നത്,
സ്പിരിറ്റ് സ്റ്റോണിന്റെ അബ്സോർബിന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്ന്. സോ അവന്റെ സ്പിരിച്വൽ പവർ 3 അതുപോലെ എൻഡുറൻസ് 9 കൂടിയിരിക്കാണ്. സോ പിന്നെയാണ് മക്കളെ ഫൈറ്റ് കാണാൻ പോകുന്നത്. ഞാനിപ്പൊ തന്നെ നിന്റെ വായ അടപ്പിച്ചിരാന്ന് പറഞ്ഞ് അവന്റെ പവേഴ്സ് യൂസ് ചെയ്യാണ്. സോ നിനക്കെന്താ പറ്റിയ എന്നൊക്കെ ചോദിച്ചാൽ തടിയും വന്നതും വാങ് അവനെ ചറ പറ അടിക്കാണ്. സോ ആ തടീന് ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ടൈമിലാണ് സൂപ്പർ ക്യൂബ് പറയുന്നത് മാസ്റ്ററിന്റെ എനർജി ഓവർഫ്ലോ ആണ്, ഇതൊരു സാധാരണ റിയാക്ഷൻ ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. സോ വാങ് അവന്റെ പരിപാടി തുടരാണ്. അതായത് ആ വില്ലനെ എടുത്ത് അലക്കാണ്. സോ വില്ലന് ഇപ്പൊ പണി തരും എന്ന് പറഞ്ഞ് നിൽക്കാണ്. സോ നീ ഇത്രയും നേരം വളരെ വീക്കായിരുന്നല്ലോ, ഇപ്പൊ നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചിന്തിക്കാണ്. സോ അവിടെ ആ വില്ലന്റെ പണി തീരാണ്. സോ ഇതൊക്കെ നിൽക്കാണ് യാവോയും അതുപോലെ തന്നെ മിസ്റ്റർ ലൂവും. സോ മിസ്റ്റർ ലൂവിന് ഇതൊക്കെ കണ്ടാകെ ദേഷ്യം വരുന്നുണ്ട്, ഇവരെല്ലാം മണ്ടന്മാരാണോ എന്ന് ചിന്തിക്കാണ്. സോ അങ്ങനെ മിസ്റ്റർ ലൂ അവിടെ വന്ന് അങ്കിളിനോട് ചോദിക്കാണ് ഇവരെല്ലാം എന്താ ഓർഡിനറി പീപ്പിൾസ് ആണോന്ന്. സോ അങ്കിൾ പറയാണ് അല്ല, ഇവരെല്ലാം അമാറ്റർ ലെവലിലുള്ളതാണ്. സോ അവൻ ചോദിക്കാണ് 10 ലക്ഷം മാർഷൽ ആർട്സ് എക്സ്പേർട്സിൽ ഒരു പ്രൊഫഷണൽ പോലും ഇല്ലെന്ന്. സോ അപ്പൊ അങ്കിൾ പറയാണ് ഇല്ല, 10 ലക്ഷത്തില് എല്ലാവരും പ്രൊഫഷണൽസ് ആവുന്നേ ഉള്ളൂ, അതില് 1-2 പേര് മാത്രമേ ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ടുള്ളൂ എന്ന്. സോ വീണ്ടും കാണിക്കുന്നത് വാങ്ങിനാണ്. വാങ് അത്യാവശ്യം തളർന്നിട്ടുണ്ട്. ഇവരൊക്കെ എന്ത് തരം ജീവികളാണ് എന്നൊക്കെ ചിന്തിച്ച് സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് വാങ്. സോ അവനാകെ വീക്കായി തളർന്നു പോയിരിക്കുകയാണ്. എന്റെ ജീവിത റിസ്കിലാണെങ്കിലും ഞാൻ യാവോനെ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോവാണ്. മാസ്റ്റർ ഇപ്പൊ സൈക്കോളജിക്കൽ പ്രഷറിലാണ്. സോ ഒന്ന് കാമാറ്റിയാല് മാസ്റ്ററിന്റെ എല്ലാ ഇമോഷൻസും കൂടി പുറത്തു വന്ന് മാസ്റ്റർ ആകെ വീക്കായി മാറും എന്ന്. സോ അവന് നേരെ വന്നതും അവന്റെ ടാർഗറ്റ് നേരെ മുന്നിലുണ്ട് എന്ന് പറയാണ് ക്യൂബ്. ഞാൻ എന്തായാലും നിന്നെ സേവ് ചെയ്യുമെന്ന് പറയാണ് വാങ്ങ്. സോ അവൻ പറഞ്ഞത് കേട്ട് ആ പെണ്ണിനാണെങ്കിൽ ഒരു പുച്ഛം. സോ ഇവിടെ വെച്ച് ദ സൂപ്പർ ക്യൂബ് എന്ന ഈ ആനിമി സീരീസിന്റെ സീസൺ 1 എപ്പിസോഡ് 5 അവസാനിക്കാണ്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സോള ടോൾ എന്ന ആനിമിയുടെ എപ്പിസോഡ് 3 ആയിരിക്കും. അതിനുശേഷം ദ സൂപ്പർ ക്യൂബ് എന്ന ഈ ആനിമിയുടെ എപ്പിസോഡ് 6 ഇടും. അങ്ങനെ ഒരു സൈക്കിളിൽ പോകുന്നതാണ് വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കാണ്. അപ്പോ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.